CBI അന്വേഷണം വേണം എന്ന് തന്നെയാണ് BJP ആവർത്തിക്കുന്നത്. അതിന് കാരണവും ഇതൊക്കെ തന്നെയാണ്. കാരണം ഇവർക്കൊക്കെ സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നു. ഒരു തരത്തിലും ഇവർക്ക് വിയർക്കേണ്ടി വരുന്നില്ല. ഒരു തരത്തിലും ഇവർക്ക് അല്പം ആശങ്കപ്പെടേണ്ട സാഹചര്യം പോലും വരുന്നില്ല. പോറ്റിയുടെ ആ ചിരി അത് തന്നെയാണ് ധ്വനിപ്പിക്കുന്നത്, മനസ്സിലാക്കുന്നത് അല്ലേ? ഇപ്പോൾ ഈ CBI അന്വേഷണം വേണമെന്നുള്ള BJPയുടെ ആവശ്യം, അതുമായി ബന്ധപ്പെട്ട് വിവരം നൽകാൻ പ്രശാന്ത് ശങ്കരമംഗലത്ത് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. ഇവിടെ പറഞ്ഞത് വെച്ചതുപോലെ തന്നെയാണ്, സുതാര്യമായ ഒരു അന്വേഷണം വേണം, നിഷ്പക്ഷമായ ഒരു അന്വേഷണം വേണം. പക്ഷേ ഈ SITയുടെ ഭാഗത്ത് നിന്നും ആരെയൊക്കെയോ രക്ഷിക്കാൻ, ആരെയൊക്കെയോ എന്ന് പറയുമ്പോൾ ആദ്യം ഇടത് നേതാക്കളിൽ ചിലരായിരുന്നുവെങ്കിൽ ഇപ്പോൾ വലത് നേതാക്കളും ആ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇടത് വലത് നേതാക്കളെ രക്ഷപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തിനും ഉണ്ടാകുന്നത്. അവിടെയാണ് BJP വീണ്ടും ആവർത്തിക്കുന്നത്, CBI അന്വേഷണം വേണം, സുതാര്യമായ അന്വേഷണം വേണം എന്ന്, അല്ലേ? KP തീർച്ചയായും അത് തന്നെയാണ്. ഈ നിലവിലെ അന്വേഷണം കാര്യക്ഷമമല്ല എന്നാണ് BJP പറയുന്നത്. അതിന് കാരണമുണ്ട്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട കേസിലെ പ്രധാന പ്രതികളെല്ലാം ജയിൽ മോചിതരാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് CBI അന്വേഷണം, അതായത് ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിച്ചെങ്കിൽ മാത്രമേ ഇതിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിയൂ, പൂർണ്ണമായും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് BJP പറയുന്നത്. അതിന് ചൂണ്ടിക്കാണിക്കുന്നത് ഇക്കാര്യങ്ങളൊക്കെ തന്നെയാണ്. കാരണം ഇതുവരെയുള്ള അന്വേഷണം ഇത്ര ദിവസം പിന്നിടുമ്പോൾ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു. എന്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് ചോദിക്കുന്നത് അതുതന്നെയാണ് ഏറ്റവും വലിയൊരു ചോദ്യം, പ്രസക്ത ചോദ്യമായി നിലനിൽക്കുന്നത്. കാരണം ഈ പ്രതികളെല്ലാം രക്ഷപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണോ കുറ്റപത്രം സമർപ്പിക്കാത്തതെന്ന് ആരെങ്കിലും സംശയിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അന്വേഷണ ഏജൻസി SIT പ്രത്യേക അന്വേഷണ സംഘത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് BJP പറയുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസി വരണം, CBI വരണം, എങ്കിൽ മാത്രമേ ഇതിൽ കൂടുതൽ നേതാക്കളെ, രാഷ്ട്രീയ നേതാക്കളെ അടക്കം ഇനിയും അറസ്റ്റ് ചെയ്യാനിരിക്കുന്നു. മുൻ മന്ത്രി, നിലവിലെ മന്ത്രി, ഇങ്ങനെ നിരവധി രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവരിലേക്കൊന്നും ചോദ്യങ്ങൾ ചെയ്യുവാനോ അല്ലെങ്കിൽ ഇവരെ ചോദ്യം ചെയ്യാൻ ഇതുവരെ വിളിപ്പിച്ചിട്ടില്ല. ഇവരിലേക്ക് അന്വേഷണം എത്തുന്നില്ല. അങ്ങനെ അന്വേഷണം തന്നെ ഒരു നിലയ്ക്കുന്ന സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ നിന്നും മാറി പൂർണ്ണമായും പ്രതികളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള സംവിധാനം തന്നെ വരണം. അതുകൊണ്ടാണ് CBI തന്നെ വരണമെന്ന് BJP അഭിപ്രായപ്പെടുന്നത്. ശരി, ഏതായാലും പ്രശാന്ത് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ അന്വേഷണം നിലയ്ക്കുന്ന ഒരു ഘട്ടമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് CBI പോലുള്ള ദേശീയ അന്വേഷണ ഏജൻസികൾ, ഇപ്പോൾ ED വന്നു, പിന്നാലെ CBIയും നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? കാരണം നീതി ഉറപ്പാക്കേണ്ടത് അത്ര ചെറിയ കാര്യമല്ലല്ലോ. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളുടെ ആശ്രയ കേന്ദ്രമായ, അഭയകേന്ദ്രമായ ശബരിമല എത്ര നാൾ ഇവിടെ എനിക്ക് തോന്നുന്നത്, നമ്മളൊക്കെയും ശബരിമലയിൽ പോകുമ്പോൾ ആ ഒരു ഭക്തിയോടെ അല്ലാതെ, ഭയഭക്തിയോടെ അല്ലാതെ അല്ലേ, അവിടെ നിന്ന് നീങ്ങാൻ പോലും പറ്റില്ല. ഞാനതാ പറഞ്ഞത്, നമ്മൾ എത്ര ദിവസം വ്രതമെടുത്തിട്ടാണ്, അതെ, കഠിന വ്രതമെടുത്തിട്ടാണ്, എന്തെല്ലാം ത്യജിച്ചിട്ടാണ് മാലയിട്ട് ആ മല കയറി എല്ലാവർക്കും ഒപ്പം ചെന്ന് അവിടെ എത്ര മണിക്കൂർ ക്യൂ നിന്ന് അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത അവസ്ഥയെ അതിജീവിച്ച് പടി കയറി അയ്യപ്പനെ കാണുന്ന നിമിഷം കണ്ടു നിറയുകയാണ്. കഠിനമായ യാത്രയാണെങ്കിൽ അവിടെ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വലിയ, നമ്മൾ ആ നിമിഷം ആ അയ്യപ്പന്റെ മുന്നിലെത്തുന്ന 1-2 സെക്കൻഡുകൾ കണ്ണ് നിറഞ്ഞു പോവുകയാണ്. ഏതോ ഒരു ലോകത്തേക്ക് എത്തുകയാണ്. അവിടെയാണ് ഇവിടെ അതിനുവേണ്ടി ചുമതലപ്പെടുത്തിയവർ, ഭക്തർക്ക് വേണ്ടി എന്തൊക്കെ സുരക്ഷയാണോ, എന്തൊക്കെ കരുതലാണോ ഒരുക്കേണ്ടത്, അവർ തന്നെ ഇങ്ങനെ കട്ടുമുടിക്കുന്നു. എന്നിട്ടാണ് അവരൊക്കെ സ്വാഭാവിക ജാമ്യം ലഭിച്ച് ചിരിച്ചുല്ലസിച്ച് കുടുംബത്തിനൊപ്പം കാറിൽ കയറിയൊക്കെ മടങ്ങിപ്പോകുന്നത് നോക്കുമ്പോഴാണ് വലിയ സങ്കടം വരുന്നത്. നമുക്ക് ഇടവേളയിലേക്ക് പോകാം, അല്ലേ? അതെ, ഇടവേള കഴിഞ്ഞ് നമുക്ക് മറ്റൊരു ഈ ഭക്തരെ കൊള്ളയടിക്കുന്ന, ഭക്തരുടെ വികാരങ്ങളെ ഹനിക്കുന്ന ഈ സർക്കാർ തന്നെയാണ് ചില മത തീവ്രവാദ ശക്തികളെ പ്രീണിപ്പിക്കാൻ വല്ലാതെ വ്യഗ്രതപ്പെടുന്നത്, അല്ലേ? അത്